എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു മുറി കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഈ ഒരു മുറി നാലല്ല 3 ബെഡൊക്കെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുറിയാണ് കേട്ടോ. നമ്മുടെ സാധനങ്ങളെല്ലാം ഓൾറെഡി അതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചു. നല്ല സൗകര്യമൊക്കെയുള്ള മേശയും കസേരയും കാര്യങ്ങളും, നല്ലൊരു അലമാരയൊന്നും നമുക്ക് ആവശ്യമില്ല, എന്നാൽ പോലും എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. നല്ല ബാത്റൂമുണ്ട്. ബാത്റൂം നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല ചെറിയ നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു ബാത്റൂം, അങ്ങനെ എല്ലാം ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൂമായിരുന്നു ഇത്. ഈ ഫ്രാൻസിസ്കൻ അച്ഛന്മാരുടെ ഒരു ധ്യാനകേന്ദ്രത്തോട് ചേർന്നുള്ള അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ തന്നെയുള്ള താമസ സൗകര്യമാണ് കേട്ടോ. ഒരു 3 ദിവസം നമ്മളിവിടെയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഈ അന്നാബർഗ് എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അവിടെ നമ്മളിങ്ങനെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ എന്താണുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മലയാണ് കേട്ടോ. ഈ മലയുടെ നമ്മൾ ആ ഒരു മേളിൽ നിന്ന് ഏറ്റവും മേളിലായിട്ടാണ് ഈ ഒരു സന്യാസ സമൂഹത്തിൻ്റെ എന്താ പറയുക ഈ ഒരു ധ്യാനകേന്ദ്രവും അതിനോട് ചുറ്റുമുള്ള പള്ളിയും ചാപ്പലും കാര്യങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ മലയുടെ ഏറ്റവും മുകളിലായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നോക്കുമ്പോൾ താഴോട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ മണിക്കൂറുകൾ നിന്ന് കാണാൻ വേണമെങ്കിലുണ്ട്, കാരണം അത്ര രസമാണ്. നമുക്കെല്ലാം ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. നല്ല വിസ്തരിച്ചിങ്ങനെ കിടക്കുകയാണ് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ഒരുവിധം നല്ല ആളും തിരക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ കാണാനും ഒക്കെ ആയിട്ട് ഈ ഒരു വഴി ഇതിലെല്ലാം ഉണ്ട് ആൾക്കാർ. അപ്പോൾ നമ്മളും കുറേ നേരം പോയി ഈ ഒരു സ്ഥലത്ത് നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കി ഈ താഴ്വര കാണാൻ അത്ര മനോഹരമാണ്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, പഴയ ഹോട്ടലുകൾ കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കത് കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഇന്നാണെങ്കിലും നല്ല കാലാവസ്ഥയാണ് കേട്ടോ. നല്ല ചൂടാണ്, നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ എന്നാ പറയുന്നത്, പുറത്തൊക്കെ അടിപൊളിയായിട്ട് നല്ല വെട്ടവും കാര്യങ്ങളും എല്ലാമായിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവരുടെ താഴ്വരയിലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിങ്ങനെ കാണാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല വൈഡായിട്ടുള്ളൊരു വ്യൂ കിട്ടും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെല്ലാം നമ്മളിങ്ങനെ കണ്ടുപറക്കി ഈ ഒരു താക്കോൽക്കൂട്ടുമായിട്ടാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. ഈ താക്കോൽക്കൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ചാപ്പലുകളുടെ കീ ആണ് കേട്ടോ. അത് ചെറിയ വലിപ്പമൊന്നുമില്ല, കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട്. ഈ ഒരു സ്ഥലത്താണ് ഈ ചാപ്പലുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയ ചാപ്പലുകൾ ഇങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ടാണ് കേട്ടോ. ഈ ഒരു വലിയൊരു പറമ്പിൻ്റെ അകത്ത് ഇതിനകത്ത് മരമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ദൂരം പഴയതാണെന്നുള്ളത്. കാരണം അത്ര വലുപ്പമുണ്ട് മരങ്ങൾക്കൊക്കെ. ഇതൊരു ഇറക്കമാണ് കേട്ടോ. നല്ല കുത്തനെയുള്ളൊരു ഇറക്കത്തിലാണ് ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് തോന്നും എല്ലാം നല്ല അടുത്താണല്ലോ എന്ന്. പക്ഷെ നടക്കാനായിട്ട് ആവശ്യത്തിന് ദൂരമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ആ താഴെ കാണുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ചെറിയൊരു ഗ്രോട്ടോ പോലെയുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സെമിത്തേരിയുടെ ഗ്രോട്ടോയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ടാണ് സെമിത്തേരിയൊക്കെ. അതിന് കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു ചെറിയ സ്ഥലം നല്ല രീതിയിൽ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പോകുന്ന ഈ ഒരു ചാപ്പലിലോട്ടാണല്ലോ. ഈ ഒരു ചാപ്പൽ എന്ന് പറഞ്ഞാൽ ഈശോയുടെ നമ്മുടെ കുരിശിൻ്റെ വഴിയിലെ 3ാമത്തെ സ്ഥലത്ത് ഈശോ വീഴുന്നുണ്ടല്ലോ. 3ാമത്തെ സ്ഥലത്തല്ല, ഈശോയുടെ 3ാമത്തെ വീഴ്ചയുണ്ടല്ലോ, ആ ഒരു ഇതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ചാപ്പലാണ് കേട്ടോ. അങ്ങനെ വീണെടുക്കുന്ന ഒരു ഈശോയെ കാണാനാണ് നമ്മൾ ഈ ചാപ്പലിലോട്ട് പോകുന്നത്. അപ്പം ഈ താക്കോൽക്കൂട്ടം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇതിനകത്ത് താക്കോൽ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. എന്തായാലും ആ അച്ഛൻ സൂപ്പറായിട്ട് താക്കോലൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ 3ാമത്തെ ഈശോ 3ാം പ്രാവശ്യം വീണ അതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പള്ളിയുടെ അകത്തോട്ട്, പള്ളിയിലെ ചാപ്പലിൻ്റെ അകത്തോട്ട് കയറി. ഒരു കൊച്ചു ചാപ്പലാണ് കേട്ടോ. നല്ല രസമായിട്ടാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ട് നല്ല ഭംഗിയായിട്ട് നോക്കിയൊക്കെ 2 സൈഡിലും മാലാഖമാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വേറൊരു ആൾക്കാരെയും കൂടെ ഉണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് കണ്ടോ, ഈശോ ഇങ്ങനെ വീണ് കിടക്കുന്നതിൻ്റെ ആ ഒരു മുഴുവനും അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് കേട്ടോ അതിൻ്റെ ആ ഒരു എന്നാ പറയുന്നത് കാര്യങ്ങളും ഈ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതാണേലും ഈശോയുടെ പീഡാനുഭവവും കാര്യങ്ങളും കുരിശുമരണവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ചെറിയ കളങ്ങളിലായിട്ട് അവർ വീണ്ടും ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ. നല്ല ക്ലാരിറ്റിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ കുറേ നേരം ഇവിടെയൊക്കെ നിന്ന് ഇതൊക്കെ കണ്ടു പ്രാർത്ഥിച്ച് പറക്കി പോന്നപ്പോഴാണ് ഈശോ ആ വീണ് കിടക്കുന്നതിൻ്റെ താഴെ കണ്ടോ ഈശോയുടെ മാലാഖമാർ നിൽക്കുന്നതും ആ ഒരു കുഞ്ഞാടിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു ചോര വരുന്നതും അങ്ങനെ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. അത് കണ്ടാൽ നമുക്ക് കുറേ നേരം ചിന്തിക്കാനായിട്ട് കുറേ ഉണ്ട് ആ പള്ളിയിലെ ചാപ്പലിൻ്റെ അകത്ത്. അപ്പോൾ അതെല്ലാം കണ്ടു കുറേ നേരം പ്രാർത്ഥിച്ച് പറക്കി പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. വീണ്ടും നമ്മൾ ഈ പറമ്പിൽ കൂടെയാണ് കേട്ടോ, ഈ ഒരു വലിയ പറമ്പിൽ കൂടെയാണ് നമ്മുടെ ഈ ഒരു നടത്തം എന്ന് പറയുന്നത്. കാരണം ഈ ചാപ്പലുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ പറമ്പിൻ്റെ ഓരോരോ സൈഡിൽ കൂടെയൊക്കെ ആയിട്ടാണ്. എത്ര ചൂടാണെങ്കിലും ഇതിൽ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ചൂടൊന്നും ഫീൽ ചെയ്യില്ല. കാരണം ഇത്രയും വലിയ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ
വേറൊരു ചാപ്പലിൻ്റെ അകത്തോട്ടെത്തി. ഈ ഒരു ചാപ്പലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മാതാവിൻ്റെ അമ്മയായ അന്നപുണ്യവതിയുടെ ചാപ്പലാണ് കേട്ടോ. അന്നപുണ്യവതിയെ കാണാനായിട്ട് മാതാവും ഈശോയും കൂടെ വന്നതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. ഈ ചാപ്പൽ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ വളരെ ചെറുതാണ് കേട്ടോ. ചെറുതാണ്, ഒരു 10 പേർക്ക് അറ്റ് എ ടൈമിൽ നിൽക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അത്രയും ചെറിയൊരു ചാപ്പലാണ്. അതിൻ്റെ 2 വശങ്ങളിലായിട്ടുണ്ടായിരുന്ന പടങ്ങളൊക്കെ കുറച്ച് ഫെയ്ഡായി പോയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു തിരുശേഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചാപ്പലിലും നമ്മൾ പ്രാർത്ഥിച്ച് പറക്കി പതിയെ വെളിയിലോട്ടിറങ്ങി. കണ്ടോ, ഇത്രയേ ഉള്ളൂ ആ ചാപ്പലിൻ്റെ വലിപ്പമെന്ന് പറഞ്ഞാൽ, വളരെ ചെറുതാണെന്നേ. പിന്നെ നമ്മൾ അടുത്ത ചാപ്പൽ തുറക്കാനായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഈശോയെ കുരിശിൽ നിന്ന് ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുന്ന ആ ഒരു ഇതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ളൊരു ചാപ്പലാണ് കേട്ടോ. മാതാവിൻ്റെ മടിയിൽ കിടക്കുന്നതല്ലല്ലോ, ഇത് നമ്മൾ ഈശോയെ അടക്കാൻ വേണ്ടിയിട്ട് കുരിശിൽ നിന്ന് ഇറക്കിയ ആ ഒരു ഇതിൻ്റെ ചാപ്പലാണല്ലേ. അങ്ങനെ അത് ആ ചാപ്പലിൽ കയറി. എല്ലാ ചാപ്പലും വളരെ ചെറുതാണ് കേട്ടോ. ഒരു 10 പേർക്ക്, അതുക്കുള്ളൊന്നും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ചാപ്പലുകളുടെ എല്ലാ സന്ദർശനം കഴിഞ്ഞ് കുറച്ച് വലിയൊരു പള്ളിയുണ്ട് കേട്ടോ. പള്ളി, ആ പള്ളിക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നല്ല രസമാണ്. അതിൻ്റെ പള്ളി മുഴുവൻ ഓരോരോ ചിത്രപ്പണികളും പഴയ ഓരോ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ഈ ഒരു പള്ളിക്കകത്ത് 3 അൾത്താര പോലെ ഉണ്ട് കേട്ടോ. ആ 3, അതായത് ഈശോയുടെ കുരിശുമരണവും ഈശോനെ കുരിശിൽ നിന്ന് ഇറക്കിയതും അങ്ങനെ എല്ലാം ഈ പള്ളിയിലുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് നല്ല രസമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ പോളണ്ടുകാരനാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഈ ഒരു ഈശോയെ കണ്ടോ, അത് ഈ പള്ളിയുടെ സൈഡിലായിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അല്ലേ കാണാനായിട്ട്. ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് നല്ല നല്ല ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇത് അതിൻ്റെ വേറൊരു ചാപ്പലാണ്. ഇത് മഗ്ദലന മറിയത്തിൻ്റെ ചാപ്പലാണ് കേട്ടോ. മഗ്ദലന മറിയം അത് രാവിലെ എഴുന്നേറ്റ് കല്ലറയിൽ പോയി ഈശോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആ ഒരു സംഭവമാണ് അവിടെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട്, നല്ല രസമാണ് കേട്ടോ. മഗ്ദലന മറിയത്തെയൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിനകത്ത്. ഈ ഒരു ചാപ്പൽ അതിൻ്റെ മുമ്പിലായിട്ട് ഈശോ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആ ഒരു സ്റ്റാച്യൂവും അവരവിടെ വെച്ചിട്ടുണ്ട്. മഗ്ദലന മറിയം ഇരിക്കുന്നതിൻ്റെ ആ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ പിന്നെ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചാപ്പലും കൂടെ ഉണ്ടായിരുന്നു അവിടെ. ഇത് ചാപ്പലാണല്ലേ, അത് തന്നെ. ഈ ചാപ്പൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹെലൻ രാജകുമാരിയുടെ ചാപ്പലാണ് കേട്ടോ. അതായത് വിശുദ്ധ കുരിശ് കണ്ടെടുത്ത ആ രാജകുമാരിയെ ആ ഒരു സംഭവം അനുസ്മരിച്ചുകൊണ്ടുള്ള ഫോട്ടോയും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല രീതിയിൽ ഇവിടുത്തെ പെയിൻറ്റിങ്ങുകളൊക്കെ എടുത്തു വരണ്ട കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ആ ചാപ്പലും അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പതിയെ ഇങ്ങനെ നടന്നു പോരുമ്പോഴാണ് നമ്മൾ താമസിക്കുന്ന ആ ഒരു ഫ്രാൻസിസ്കൻ അച്ഛന്മാരുടെ ആ ഒരു ധ്യാന കേന്ദ്രവും ചുറ്റുമുള്ള ആ താമസ സൗകര്യവും കാര്യങ്ങളും ഒക്കെ കണ്ടോ. നല്ല വലിയൊരു കെട്ടിടമാണ് കേട്ടോ. ഇവിടെ നമ്മളെ കൂടാതെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. കുറേ യൂത്താണ് കൂടുതലായിട്ടും കണ്ടത്. ഈ ഒരു മൈതാനമല്ല, അല്ലെങ്കിൽ ഈ ഒരു താഴ്വര എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മുടെ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇവിടെ സന്ദർശനത്തിന് വന്നപ്പോൾ ഇവിടെയായിരുന്നു അത്രേ ആൾക്കാർ കൂടിയതും കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ പിതാവ് വന്നതിൻ്റെ ആ ഒരു സ്മാരകം പോലെയാണ് ആ നടുക്ക് കാണുന്ന ആ ഒരു സംഭവം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു താഴ്വര. കാരണം അങ്ങനെ ഈ ഒരു താഴ്വരയിൽ കൂടെ നമ്മൾ കുറച്ച് നടന്നു, കാരണം ബാക്കി പിന്നെ നടക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ